നിങ്ങളുടെ പാരൻസിന് പിന്നെ നിങ്ങൾക്കൊരു നല്ല ഒരു റിട്ടയർമെൻറ്റ് ലൈഫ് കൊടുക്കണം എന്ന് നിങ്ങൾക്ക് ആഗ്രഹം ഉണ്ടെങ്കിൽ ദിസ് ഇസ് ദ ബെസ്റ്റ് ഗിഫ്റ്റ്. അതുവരെ ഉണ്ടായിരുന്ന ഒരു ജീവിതചര്യകളൊക്കെ മാറിയിട്ട് സോഷ്യലൈസേഷനും ഒക്കെ കുറയുന്ന ഒരു അവസ്ഥയാണ് പലരിലും കണ്ടുവരുന്നത്. മെൻ്റൽ ആൻഡ് ഫിസിക്കൽ വെൽനെസ് അഷ്യൂർഡ് ആയിട്ടുള്ള ഒരു സിസ്റ്റം, ഒരു കമ്മ്യൂണിറ്റി ലിവിങ് സിസ്റ്റം നമുക്കിവിടെ സീസൺ 2 നമസ്കാരം, എൻ്റെ പേര് ചിത്ര എന്നാണ്. ഞാൻ സീസൺ 2 മാനേജർ കമ്മ്യൂണിറ്റി ആൻഡ് റെസിഡൻറ്റ് എക്സ്പീരിയൻസ് ആയിട്ട് വർക്ക് ചെയ്യുന്നു. നമ്മൾ പിന്നെ ഈ സീനിയർ സിറ്റിസൺസിനെ സംബന്ധിച്ച് അവരുടെ ലൈഫിൻ്റെ ഒരു ക്രൂഷ്യൽ ആയിട്ടുള്ള ഒരു പീരീഡാണ് ഈ റിട്ടയർമെൻറ്റ് കഴിഞ്ഞിട്ടുള്ള ഒരു സമയം എന്ന് പറയുന്നത്. അപ്പോൾ ആ ഒരു സമയത്ത് യൂഷ്വലി നമ്മുടെ ഒരു ജനറൽ റൂട്ടീൻ ബ്രേക്ക് ആവുകയാണ് ചെയ്യുന്നത്. അതുവരെ ഉണ്ടായിരുന്ന ഒരു ജീവിതചര്യകളൊക്കെ മാറിയിട്ട് സോഷ്യലൈസേഷനും ഒക്കെ കുറയുന്ന ഒരു അവസ്ഥയാണ് പലരിലും കണ്ടുവരുന്നത്. ഇന്നത്തെ ഒരു ന്യൂക്ലിയർ ഫാമിലിയുടെ ഒരു സെറ്റപ്പിൽ കൂടുതലും ഈ പ്രശ്നങ്ങൾ ഉണ്ടാവുന്നുണ്ട്. അപ്പോൾ ഈ കാര്യങ്ങൾ മനസ്സിലായിട്ട് ഈ ഒരു ലോൺലിനെസ് അല്ലെങ്കിൽ ഈ ഒരു ബ്രേക്ക് ഓഫ് റൂട്ടീൻ കാരണം ഉണ്ടാവുന്ന മെയിൻ മെൻ്റൽ പിന്നെ ഇഷ്യൂസും പിന്നെ നമ്മുടെ ഫിസിക്കലായിട്ടുള്ള ഹെൽത്തിനെ വളരെ കാര്യമായിട്ട് ബാധിക്കുന്നുണ്ട്. അപ്പോൾ ഇത് മനസ്സിലാക്കിയിട്ടാണ് നമ്മളൊരു കമ്മ്യൂണിറ്റി ലിവിങ് എന്ന് പറയുന്ന ഒരു ആസ്പെക്റ്റ് സീസൺ 2 ഡെവലപ്പ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇവിടെ നമ്മൾ ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ സീനിയർ സിറ്റിസൺസിന് അവരുടെ തന്നെ ഒരു പിയർ ഗ്രൂപ്പ്, അവരുടെ തന്നെ സെയിം ഏജ് ഗ്രൂപ്പിലുള്ള ആൾക്കാർ എല്ലാവരും ഒരുമിച്ച് താമസിക്കുന്നു. ആൻഡ് നമ്മൾ വി ഗീവ് ദം ലോട്ട് ഓഫ് ഓപ്പർച്യൂണിറ്റീസ് ഫോർ സോഷ്യലൈസേഷൻ. എല്ലാവരും ഒരുമിച്ചിരുന്ന് കുറേ സമയം സ്പെൻഡ് ചെയ്യാനും പർപ്പസ്ഫുൾ ആയിട്ടുള്ള മീനിങ് ആയിട്ടുള്ള ആക്ടിവിറ്റീസ് അതിൽ ഇൻവോൾവ് ആവാനും നമ്മൾ അവരെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ഇതൊരു കോൺസ്റ്റൻ്റ് ആയിട്ട് ഒരു കണ്ടിന്യൂസ് ആയിട്ടുള്ള നമ്മുടെ ഒരു കെയർ സിസ്റ്റത്തിൽ നിന്ന് വരുന്ന ഒരു കാര്യമാണ്. ഒരു ഡെയിലി ബേസിസിൽ നമുക്കൊരു സ്ട്രക്ചേർഡ് ആയിട്ടുള്ള ഒരു എൻഗേജ്മെൻറ്റ് പ്രോഗ്രാം ഉണ്ട്. അപ്പോൾ ആ പ്രോഗ്രാമിൻ്റെ ഭാഗമായിട്ട് പല കാര്യങ്ങളും വരുന്നുണ്ട്. യോഗ സെഷനുണ്ട്, ചെയർ യോഗയാണ് നമ്മളിവിടെ പ്രാക്ടീസ് ചെയ്യുന്നത്. അത് തന്നെ മെയിനായിട്ടും പിന്നെ സീനിയേഴ്സിന് ചെയർ യോഗയാണ് അവർക്ക് കംഫർട്ടബിൾ ആയിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ടൈപ്പ് ഓഫ് എക്സസൈസ് ചെയർ യോഗയാണ്. അത് മനസ്സിലാക്കിയിട്ടാണ് ചെയർ യോഗ കൊണ്ടുവന്നിരിക്കുന്നത്. അതുപോലെ ഒരു 6 സെഗ്മെൻറ്റ്സിൽ വരുന്ന ആക്ടിവിറ്റീസ് നമ്മളിവിടെ കണ്ടക്ട് ചെയ്യുന്നുണ്ട്. മെയിനായിട്ട് മെമ്മറി, പിന്നെ വൊക്കാബുലറി, പിന്നെ ആർട്ട്, റീഡിങ് ആൻഡ് റൈറ്റിംഗ്, മാത്സ്, ഇങ്ങനെയുള്ള കാര്യങ്ങൾ. അതായത് നമ്മുടെ ബ്രെയിനിന് ഒരു കോൺസ്റ്റൻ്റ് ആയിട്ടുള്ള ഒരു സ്റ്റിമുലേഷൻ വളരെ അത്യാവശ്യമാണ്. അത് മേ ബി ഡ്യൂ ടു ഇപ്പോൾ ഹെൽത്ത് ഇഷ്യൂസ് ഒക്കെ വരുന്ന സമയത്തും, ഇപ്പോൾ ഒരു സ്ട്രോക്ക് ഒക്കെ വന്നിട്ട് അതിൽ നിന്ന് റിക്കവർ ചെയ്യുന്ന ഒരു പേഷ്യൻ്റാണെങ്കിലും പിന്നെ പലതരത്തിലുള്ള ഈ പറഞ്ഞ ഈ ഒരു 6 സെഗ്മെൻറ്റിൽ വരുന്ന നമ്മുടെ ബ്രെയിനിൻ്റെ എബിലിറ്റീസ് ഒന്ന് സ്റ്റിമുലേറ്റ് ചെയ്യേണ്ടത് വളരെ അത്യാവശ്യമാണ്. അപ്പോൾ അതിനൊരു കോൺസ്റ്റൻറ്റ് എഫേർട്ട് നമ്മുടെ ഈ സിസ്റ്റത്തിനകത്തുണ്ട്. നമ്മുടെ പിന്നെ ഹെൽത്ത് കെയർ അസിസ്റ്റൻസ് എല്ലാവരും തന്നെ അതിന് ട്രെയിൻഡ് ആയിട്ടുള്ള ആൾക്കാരാണ്. അവർ ഡെയിലി ബേസിസിൽ ഒരു പ്രോപ്പർ ഒരു എൻഗേജ്മെൻറ്റ് പ്രോഗ്രാം ഫോളോ ചെയ്ത് അവരുടെ പിന്നെ റെസിഡൻസിനെ അതിന് വേണ്ടിയിട്ട് മോട്ടിവേറ്റ് ചെയ്യുന്നുണ്ട്. അത് നമ്മുടെ ഒരു എസ്റ്റാബ്ലിഷ്ഡ് ആയിട്ടുള്ള ഈ ഒരു കെയർ ഫ്രെയിംവർക്കിനകത്ത് ഒന്നും തന്നെ അപ്പോൾ പിന്നെ ഒരു കൺഫ്യൂഷൻ്റെയും കാര്യം വരുന്നില്ല. നല്ല രീതിക്കുള്ള ഒരു പിന്നെ ഡെയിലി സ്റ്റിമുലേഷനും പിന്നെ എക്സസൈസും കാര്യങ്ങളും ഒക്കെ കിട്ടുന്നതാണ്. അപ്പോൾ ആ രീതിക്ക് ഒരു പിന്നെ മെൻ്റൽ ആൻഡ് ഫിസിക്കൽ വെൽനെസ് അഷ്യൂർഡ് ആയിട്ടുള്ള ഒരു സിസ്റ്റം, ഒരു കമ്മ്യൂണിറ്റി ലിവിങ് സിസ്റ്റം നമുക്കിവിടെ സീസൺ 2 ഉള്ളത്. നിങ്ങളുടെ പാരൻസിന് പിന്നെ നിങ്ങൾക്കൊരു നല്ല ഒരു റിട്ടയർമെൻറ്റ് ലൈഫ് കൊടുക്കണം എന്ന് നിങ്ങൾക്ക് ആഗ്രഹം ഉണ്ടെങ്കിൽ ദിസ് ഇസ് ദ ബെസ്റ്റ് ഗിഫ്റ്റ്. നമ്മുടെ സീസൺ 2 ആണ് ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള ഒരു ഗിഫ്റ്റ്. കാര്യം അവർ പ്രതീക്ഷിക്കുന്ന ഒരു കംഫർട്ടും അറ്റൻഷനും ഒന്നും മേ ബി നമ്മൾ എത്ര ശ്രമിച്ചാലും നമ്മുടെ വീടുകളിൽ നമുക്ക് കൊടുക്കാൻ പറ്റണമെന്നില്ല. അതെല്ലാം ഇവിടെ അഷ്വേർഡ് ആണ്. ഒന്നും തന്നെ പേടിക്കാനില്ല. ധൈര്യമായിട്ട് നിങ്ങൾക്ക് സീസൺ 2 സീനിയർ ലിവിങ് ചൂസ് ചെയ്യാം നിങ്ങളുടെ പാരൻസിന് വേണ്ടിയിട്ട്. ഇഫ് യു ലവ് യുവർ പാരൻസ്, ചൂസ് സീസൺ 2 സീനിയർ ലിവിങ് ഫോർ ദം.